ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ST റിയാക്ഷൻ. ഗൈസ്, അപ്പോൾ നമ്മളെ ഫുട്ബോൾ ന്യൂസ് ആയിട്ട് വീണ്ടും എത്തിയിരിക്കുന്നുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ എല്ലാ ദിവസവും പറയാൻ തന്നെ ഗൈസ്, ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഇത് ഒരു വിവരം ഇപ്പോൾ ഇല്ല ഗൈസ്, തുടങ്ങോ ഇല്ലയോ എന്നൊക്കെ. എന്തൊക്കെ സുപ്രീം കോടതിയിലേക്ക് പരാതിയൊക്കെ കൊടുക്കാൻ നീങ്ങുന്നുണ്ട് ക്ലബ്സ് എന്നൊക്കെ അറിയാൻ കഴിയുന്നുണ്ട് ഗൈസ്. അതിന്റെ ഇടക്കാണ് ഗൈസ് ATK മുഹമ്മദ് ഖാൻ ഗൈസ് ഒരു സൈനിങ്ങുമായിട്ട് മുന്നോട്ട് വരുന്നത് ഗൈസ്. കുറെ കാലങ്ങളായി നമ്മൾ കേട്ട് വരുന്ന റൂമർ കാണിക്കുകയാണ് ഗൈസ്. മുംബൈ സിറ്റി FC താരമായ മേഹ്താബ് സിംഗ് ഗൈസ് ATK മുഹമ്മദ് ഖാനിലേക്ക് കുറെ ട്രൈകൾ ഈസ്റ്റ് ബംഗാൾ FCയും ATK മുഹമ്മദ് ഖാനൊക്കെ നടത്തി. പക്ഷേ ഒരു രക്ഷയും ഉണ്ടായില്ല. നല്ല എമൗണ്ട് തന്നെയാണ് മുംബൈ ആവശ്യപ്പെട്ടത്. മുംബൈ അതിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെയാണ് നീങ്ങിയത്. പക്ഷെ അതിന്റെ അടുത്ത് ATK മുഹമ്മദ് ഖാൻ എന്തെല്ലാം തീരുമാനം എടുത്തിരിക്കുകയാണ്. ATK മുഹമ്മദ് ഖാനിലേക്ക് മേഹ്താബ് സിംഗ് കളിക്കുക. മേഹ്താബ് സിംഗ് ഇന്റർനാഷണൽ മാച്ചൊക്കെ കളിക്കുന്ന ഒരു അടിപൊളി ഡിഫൻഡർ കാണിക്കുകയാണ് മേഹ്താബ് സിംഗ്. മുംബൈ സിറ്റി FC നല്ലൊരു പ്രകടനം തന്നെ മുംബൈ സിറ്റി FC-യിലാണെങ്കിലും ഇന്ത്യൻ നാഷണൽ ടീമിലാണെങ്കിലും എല്ലാം നല്ലൊരു പ്രകടനം തന്നെയാണ് മേഹ്താബ് സിംഗ് കാഴ്ചവെച്ചത്. ഈ ഇടയ്ക്ക് ഡൂറന്റ് കപ്പിൽ ഈസ്റ്റ് ബംഗാളിനോട് ATK മുഹമ്മദ് ഖാൻ പരാജയപ്പെട്ടതോടെ ആണ് ഈ തീരുമാനം എടുത്തത് എനിക്ക് തോന്നുന്നത്. കാരണം ആ പരാജയത്തെ ഡിഫൻസും പിന്നെ ഒരു കോൺവെർസേഷൻ ഇല്ലായ്മ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളാണ്. എല്ലാ ഫോറിൻ താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടീം തന്നെയായിരുന്നു, സ്ക്വാഡ് തന്നെയായിരുന്നു ATK മുഹമ്മദ് ഖാൻ. പക്ഷെ തോറ്റു. ഇതേ പെർഫോമൻസ് AFC എനിക്ക് ഈ സെപ്റ്റംബർ കഴിഞ്ഞ AFC മാച്ചസ് വരുന്നുണ്ട് ഗൈസ്. അതിൻ്റെ അകത്തേക്ക് ഇതേ പെർഫോമൻസ് അയച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ എത്താണ്ട് പോകേണ്ടി വരും ഗൈസ്. അതുകൊണ്ട് ആ തീരുമാനം ആ സംഭവം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഗൈസ് ഈ സൈനിങ് നടത്തിയത്. ഒരു അടിപൊളി സെന്റർ ബാക്ക് സുഭാഷ് ബോസിന്റെ ഒപ്പം കളിക്കാൻ ഒരു അടിപൊളി സെന്റർ ബാക്കും കൂടി ആയിട്ട് മേഹ്താബ് സിംഗ് വരും ഗൈസ്. പിന്നെ വേറൊരു റൂമർ സുഭാഷ് ബോസ് ഗൈസ് ടീം വിടുന്ന ചെറിയ റൂമർ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല സാർ നടക്കുന്നു. എന്താ ക്യാപ്റ്റൻ ആണ് ഗൈസ്, ATK മുഹമ്മദ് ഖാന്റെ ക്യാപ്റ്റൻ ആണ്. എനിക്ക് തോന്നുന്നില്ല. ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രമല്ല അത്രയ്ക്ക് അയാളവിടെ ഉണ്ട് ഗൈസ്. ആ ടീമില് കുറെ സംഭവമുണ്ട്. എനിക്ക് തോന്നുന്നില്ല സുഭാഷ് ബോസ് ടീം വിടുന്നത്. പിന്നെ ഡൂറിന്റെ കപ്പൊക്കെ കളിക്കാത്ത ഗൈസ് താരത്തിന് ഗൈസ് ഒരു കുട്ടിയൊക്കെ ജനിച്ചായിരുന്നു ഗൈസ്. അതുകൊണ്ട് കഴിക്കാറ്റാണ് എന്താ ഗൈസ് നമ്മുടെ ഇനി നല്ല ഫുട്ബോൾ ന്യൂസ് ഒക്കെ ആയിട്ട് വരുന്ന. ബൈ ബൈ, സീ യു.